ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ചെറുപ്പത്തിലെ ലെന. അതെ. ഇപ്പം ഞാൻ ചോദിക്കാൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 വയസ്സുള്ള ലെനയ്ക്ക് കിട്ടിയ ഒരു ചെറിയൊരു ഡയറിക്കകത്ത് കണ്ടൊരു ഭൂപടം ലെന ഒരുപാട് ഭീതിയോടുകൂടി നോക്കിക്കണ്ടിട്ട് എന്താണ് ലോകം, എന്താണ് ഭൂമി, ആ ഒരു ഏജിൽ അങ്ങനെ ഒരാളെ അങ്ങനെ നോർമലി പിള്ളേർ ചോദിക്കില്ല. എവിടെ നിന്ന് ഇന്ന് ആ ക്വസ്റ്റ്യൻ ഓർത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷെ അന്നൊട്ടേ ഈ ചോദ്യങ്ങൾക്ക് ഉള്ളിലുണ്ടാവും. ഇപ്പോഴത് 20കളിൽ ഇത് റിയലൈസ് ചെയ്തു വന്നതായിരിക്കും. അതെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അങ്ങനെയുള്ളൊരു കുട്ടി ഇത് ചെയ്തത് കൊണ്ട് ഇത് പോസിറ്റീവായിട്ട് വന്നു. അങ്ങനെ അല്ലാത്തൊരു കുട്ടി ഇതേ കാര്യം ചെയ്താൽ അത് നെഗറ്റീവായിട്ടേ വരൂ. അതുകൊണ്ടാണ് ഞാൻ യങ്സ്റ്റേഴ്സിൻ്റെ അടുത്ത് പറയുന്നത് ഇത് ചെയ്യരുത്. അതിനേക്കാളും ഈ പറയുന്ന ഇവർക്കൊക്കെ ആഗ്രഹമുണ്ട് ഭയങ്കരമായിട്ട് എക്സ്പാൻഡ് ചെയ്യണം, എന്തോ ജീവിതത്തിൽ ഒരു കുറവുള്ളത് ഇത് ചെയ്തുകൊണ്ട് അവർക്ക് എന്തോ ആഹ്ലാദം, സന്തോഷം, എന്തോ വേറെ ലോകങ്ങൾ കാണും എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെയാണ്. അത് വളരെ സേഫായിട്ട് റിയൽ ലൈഫിൽ മെഡിറ്റേറ്റീവ് ടെക്നിക്സ്, ബ്രെത്ത് വർക്ക് ടെക്നിക്സ് ഒക്കെ ചെയ്താൽ ഇവർ യൂസ് ചെയ്യുന്ന ഏതൊരു കെമിക്കലോ ഏതൊരു പ്രോഡക്റ്റിനേക്കാളും ഹയർ ആൻഡ് ലോങ് ലാസ്റ്റിംഗ് ഇഫക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്ന ബ്രെത്ത് വർക്ക് ടെക്നിക്സ് ഉണ്ട്. ജസ്റ്റ് ബ്രീതിങ് ടെക്നിക്സ്, അത് മാത്രം മതി. അത് നമ്മളാരും പഠിപ്പിക്കുന്നില്ല, നമ്മളാരും പറഞ്ഞു തരുന്നില്ല. ഒരു കാര്യം ചെയ്യുന്നത് ചെയ്യരുത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എന്നാൽ എന്താ ചെയ്യേണ്ടത്, പകരം ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ കള്ളു കുടിക്കുന്ന ഒരാളുടെ അടുത്ത് പറയാണ് കള്ളു കുടിക്കരുത്. എന്തുകൊണ്ടാണ് അയാൾ കള്ളു കുടിക്കുന്നതെന്ന് ആദ്യം ആരെങ്കിലും ചോദിച്ചോ അയാളുടെ അടുത്ത്? എന്തുകൊണ്ടാണ് മെനക്കെടണം, ഇഫ് യു റിയലി കെയർ, അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് ആദ്യം അന്വേഷിക്കണം. അതിനൊരു വളരെ സിമ്പിൾ ടെക്നിക്ക് ഉണ്ട്, ഞാൻ ഇപ്പോഴേ പറഞ്ഞുതരാം. എല്ലാവർക്കും വീട്ടിൽ എപ്പോൾ വേണമെങ്കിലും പ്രയോഗിക്കാവുന്ന ഒരു ടെക്നിക്കാണ്. ഏതൊരു കാര്യം പറഞ്ഞാലും അതിനൊരു 7 Whys ഡീപ്പ് എന്ന് പറഞ്ഞൊരു ടെക്നിക്കാണ്. WHY. അതായത് 7 പ്രാവശ്യം എന്തുകൊണ്ട് എന്ന് ചോദിക്കണം, അല്ലെങ്കിൽ എന്തിന്. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറയൂ, അതായത് എന്തെങ്കിലും ഒരു കാര്യം, എന്താ പറയുക, സുമേഷിൻ്റെ ഒരു ഗോള് പറയൂ, എനിക്ക് ഇന്നത് ഒരു ഗോള് പറയൂ. ഫിലിം ഡയറക്ഷൻ. എന്തിന്? പാഷനാണ്. എന്തിന്? എന്തുകൊണ്ട് പാഷനാണ്? നമ്മൾ ജസ്റ്റ് കണ്ടോ, രണ്ടാമത്തെ വൈ എത്തിയിട്ടുള്ളൂ. ആദ്യം ഒരു പാഷൻ ചോദിച്ചു, എന്നിട്ട് എന്തിനെന്ന് ചോദിച്ചു. അപ്പോൾ സെക്കൻഡ് ആൻസർ ചെറുപ്പം തൊട്ട് എൻ്റെ ആഗ്രഹം. അപ്പോൾ അത് 3. ഓക്കെ, എൻ്റെ ആഗ്രഹം എന്തുകൊണ്ട്? എല്ലാവർക്കും ഫിലിം ഡയറക്ടർ ആവണം തോന്നണില്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ തോന്നുന്നു? ചെറുപ്പം മുതൽ എന്തുകൊണ്ട് അങ്ങനെ തോന്നുന്നു? ഞാൻ ഒരുപാട് സിനിമകൾ കാണുമായിരുന്നു. ഒരുപാട് സിനിമ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ കണ്ടിന്യൂസ്ലി ഞാൻ സിനിമകൾ കാണുമായിരുന്നു. അങ്ങനെ കണ്ടായിരിക്കും ഒരുപക്ഷെ എനിക്ക് ആഗ്രഹം, ഐ മീൻ മുട്ടിട്ടതെന്ന് വേണമെങ്കിൽ എനിക്ക് അങ്ങനെ ആൻസർ ചെയ്യാം. പക്ഷെ അതിപ്പോഴും ആ മൂന്നാമത്തെ ആൻസറിൻ്റെ തന്നെ ഒരു സംഭവമാണ്, വകഭേദമാണ്. അത് അതിൻ്റെ വൈയിലേക്ക് എത്തുന്നില്ല. അതായത് ഞാൻ ഇപ്പോൾ ഓൺ സ്ക്രീൻ ഇത് പറയണമെന്ന് പറയുന്നില്ല, ബിക്കോസ് ആക്ച്വലി ഇത് നമ്മൾ ഡീപ്പായിട്ട് ചെയ്താൽ നമ്മൾ 3 വൈയേ പോയുള്ളൂ. 7 വൈ ചോദിക്കണം. 3 വൈകിട്ട് പോണില്ല, ഇനി പോവും. പക്ഷെ ഞാനിപ്പോൾ അത് കണ്ടിന്യൂ ആയത് എന്താ അറിയോ, മിക്കവാറും കരയും. യു വിൽ ക്രൈ, എവറിബഡി വിൽ ക്രൈ. നമ്മൾ അതുകൊണ്ട് വളരെ സേഫായിട്ട് നമ്മുടെ സ്വന്തം റൂമിലിരുന്നു കൊണ്ട് നമ്മളോട് തന്നെ നമ്മളിത് ചെയ്യുക. വേറൊരാൾ അത്ര ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. നമ്മുടെ ഹസ്ബൻഡോ വൈഫോ കുട്ടികളോ നമ്മുടെ ഫാമിലി, നമ്മുടെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട്സിൻ്റെ കൂടെ നമുക്കിത് ചെയ്യാം. പക്ഷെ അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് വൾണറബിൾ ആവാൻ പറ്റില്ല. ഇതിൻ്റെയൊക്കെ അടിയിൽ നമ്മുടെ ലൈഫിലെ ഏറ്റവും തീവ്രമായ എന്തോ മിസ്സിങ് ആണ് എന്ന് തോന്നുന്നൊരു കാര്യം ഇന്നത് ചെയ്താൽ അത് ആ മിസ്സിങ് പൂർണ്ണമാവും. ഞാൻ ഫിലിം ഡയറക്ടർ ആയാൽ എന്താ സംഭവിക്കുക? എന്തോ ഒരു കാര്യം സംഭവിക്കും. ഇപ്പോൾ പറയണമെന്നില്ല, ബിക്കോസ് ഞാൻ നിങ്ങളെ ഓൺ സ്ക്രീൻ നിങ്ങളുടെ ഇൻ്റർവ്യൂവിൽ വന്ന് നിങ്ങളെ ഒരുമാതിരി ആക്കരുത്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ഫിലിം ഡയറക്ടർ ആയാൽ എൻ്റെ ഇന്ന ഒരു അപാകത, സംതിങ് ഈസ് മിസ്സിങ്, അത് പൂർണ്ണമാവും. അപ്പോൾ ഇതാവണമെന്നില്ല. ആ അപാകത എന്താണെന്ന് നോക്കിയാൽ മതി. ആ അപാകതയിൽ നമ്മളിപ്പോഴേ പോയി നോക്കുമ്പോൾ അത് കുട്ടിക്കാലത്ത് എപ്പോഴോ നമ്മുടെ ഉള്ളിലൊരു അപാകത തോന്നി. ആ അപാകതേനെ നികത്താൻ നമ്മളൊരു ഡ്രീം ഇട്ടു. എന്നിട്ട് നമ്മൾ പറഞ്ഞു അത് ഞാൻ നേടിയെടുക്കുമ്പോൾ ഈ പ്രശ്നം തീരും എൻ്റെ.
ഇപ്പോഴത്തെ ഈ അപാകത. എന്തോ ഹെൽപ്ലെസ്നെസ് ആവാം, അല്ലെങ്കിൽ എന്നാരും ശ്രദ്ധിക്കുന്നില്ല എന്നാവാം, ഞാൻ ബാക്കിയുള്ളവരുടെ അത്രയും ഇതില്ല, എന്തോ ഒരു കമ്പാരിസൺ, ഒരു കുട്ടി മനസ്സിൽ തോന്നിയ ഒരു കുട്ടിത്വമാണ് അത്. ശരിക്കല്ല, അത് ശരിയല്ല, അത് റിയലല്ല. ആ കുട്ടിയുടെ മനസ്സിൽ അങ്ങനെ തോന്നിപ്പോയി. കുട്ടിത്വമാണ് എല്ലാവരുടെ മനസ്സിൽ. കുട്ടിത്വം ഇപ്പോഴും കുട്ടിത്വം എന്ന് പറയാൻ പാടില്ല അതിനെ. എന്താ പറയുക, ഒരു കുട്ടികളുടെ ഒരു നിഷ്കളങ്കമായ മണ്ടത്തരമില്ലേ, ആ ഇന്നസെൻസ്, ഇഗ്നറൻസ് എന്നാണ് വേണ്ടത് അതിന് പറയാൻ. ആ ഇഗ്നറൻസിൽ നിന്നുണ്ടാവുന്ന ആഗ്രഹങ്ങൾ കാരണമാണ് പലരും ഈ ലോകത്തിപ്പോൾ ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യം പോയി ആ വഴി ചോദിച്ചാൽ മതി. എന്നിട്ട് അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്യില്ല എന്നല്ല, ഇനി ഇത് സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റും. അത് തന്നെയാണ് ഇത് നടക്കാതിരിക്കാനുള്ള തടസ്സവും. എന്തുകൊണ്ട് ഡയറക്ടറായില്ല? ഇപ്പോൾ തന്നെ ആവാലോ. എന്താ, നാളെ ഒരു പടം ഡയറക്റ്റ് ചെയ്യാനുള്ള പ്രോസസ്സ് തുടങ്ങിക്കൂടെ? തുടങ്ങാലോ. എന്താ അതിന് തടസ്സം? പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, റൈറ്റേഴ്സ് ഉണ്ട്, ആക്ടേഴ്സ് ഉണ്ട്, ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നു. എന്തുകൊണ്ട് ഡയറക്റ്റ് ചെയ്യുന്നില്ല? ബിക്കോസ് ആ വൈ, ആ 7 വരെ എത്തണ്ട, 4-ാമത്തെ 5-ാമത്തെയോ വൈയിൽ ഇത് കിട്ടും. അതിനോട് അപ്പോഴേ പറയുക. അപ്പോൾ മനസ്സിലാക്കുക ഞാൻ ആരാണ്. ഈ ശരീരവും മനസ്സും അല്ല, ഞാൻ ലൈഫാണ്. എനിക്ക് എന്തും ചെയ്യാൻ പറ്റും. അത് എൻ്റെ ലൈഫിൻ്റെ ആഗ്രഹമാണെങ്കിൽ, മനസ്സിൻ്റെ ആഗ്രഹമല്ല, ലൈഫിൻ്റെ ആഗ്രഹമാണെങ്കിൽ ആ മനസ്സിനെയും ശരീരത്തിനെയും ചലിപ്പിച്ച് അത് നടത്തിയെടുത്തിരിക്കും. 7 വരെ പോയാൽ ശരിയാവില്ലായിരുന്നു. കരയും. നമ്മൾ 4 കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനാണെങ്കിലും, ഏതൊരു മനുഷ്യനും, ഇത് ഞാൻ ഫസ്റ്റ് ടൈം ചെയ്തപ്പോൾ ഞാൻ പൊട്ടി കരഞ്ഞു. ബിക്കോസ് നമ്മുടെ ഉള്ളിൽ കുറേ ബ്ലോക്സും കുറേ കോംപ്ലക്സസും എന്തോ പോരായ്മകളുണ്ടെന്നോ. നമുക്കൊരു പോരായ്മയില്ല, നമ്മൾ ജീവനാണ്. ജീവൻ എന്താ പോരായ്മ? ഇറ്റ്സ് ലൈഫ്. നമ്മൾ ജീവനാണ്. ഇത് വീണ്ടും ഡെയിലി എല്ലാ നിമിഷത്തിലും അത് ഓർത്തുകൊണ്ടേയിരിക്കണം. നമ്മൾ ഈ ശരീരമല്ല, നമ്മൾ ഈ മനസ്സല്ല. ഈ ശരീരവും മനസ്സും നമ്മുടെ ടൂൾസാണ്. നമ്മളാരാണ്? നമ്മൾ ലൈഫാണ്. എന്താ ഭാഗത? പൂർണ്ണം. നമ്മൾ പൂർണ്ണമാണ്. വി ആർ പെർഫെക്റ്റ്, വി ആർ കംപ്ലീറ്റ്. ഇതിനൊരു മറുപടി പറയാൻ എനിക്ക് അറിയാൻ പാടില്ല. മറുപടി ആവശ്യമില്ല. ഇതിന് മറുപടി ഞാനിങ്ങനെ കുറെ ആലോചിച്ച് പോയത്. പല കാര്യങ്ങളും ഇതിനകത്ത് പറഞ്ഞാൽ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ചില സത്യങ്ങളും ഉണ്ട് നമ്മളുടെ ചിന്തകൾ അങ്ങനെ വന്നതിൽ. അതെ, അത് ഇനിയും നമ്മൾ ഡീപ്പായിട്ട്, ഞാൻ പറയുന്നത് ഓരോ പ്രേക്ഷകനും വീട്ടിലിരുന്ന് അവരുടെ നടക്കാത്ത കാര്യങ്ങളോ ആഗ്രഹങ്ങളോ വാശികളോ, ഇപ്പോൾ ഈവൻ ആരോടോ ദേഷ്യമുണ്ട്, അതിനും ചോദിച്ചാൽ മതി. എന്തിന്? വൈ ചോദിച്ചു വന്നാൽ നമ്മളായിട്ട് എന്തോ പ്രശ്നമുണ്ട് നമുക്ക്. നമ്മുടെ ഒരു പ്രശ്നമാണ്. അയാളെ കാണുമ്പോഴൊക്കെ അത് നമ്മൾ ചൊറിയും. എന്നുവെച്ചാൽ നമ്മളിൽ കാണാൻ ആഗ്രഹിക്കാത്തൊരു കാര്യം അയാൾ കാണിക്കുമ്പോൾ അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഓ, നമ്മുടെ ഉള്ളിൽ അതുണ്ട്. അപ്പോൾ അയാളെ കാണുമ്പോൾ നമുക്ക് ദേഷ്യം.